ഇപ്പം ആകെ എന്താണ് പറയാന്ന് എനിക്ക് തന്നെ അറിയാത്ത രീതിയിലാണ് പോകുന്നത്. ഈ വേഷം മാത്രം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാലോ. ഇന്നലെ ഞാൻ വിചാരിച്ചു ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് പെട്രോൾ വെച്ചിട്ട് അങ്ങോട്ട് കത്തിക്കുക, എന്നാൽ അടുത്ത ജനങ്ങൾക്കെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് കുറച്ച് കരകയറാൻ കഴിയുമെന്ന് വിചാരിച്ചു പോയ ആളാണ്. കർഷകരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആത്മഹത്യയുടെ വക്കിലേക്കും കൃഷി ഒഴിവാക്കുന്നത് നഷ്ടപ്പെടുക, പിന്നെയും കടത്തി പോവുക, ആത്മഹത്യ ചെയ്യുക. അവർക്ക് അതിനൊന്നും സമയമില്ലല്ലോ, പറമ്പ് കാണാൻ സമയമില്ലല്ലോ, അവർക്ക് വോട്ടല്ലേ പ്രധാനം. ഒരു പന്നി വന്ന് ഈ പറമ്പിൽ വീണ് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം മുഴുവൻ പോയി. അന്ന് ഫോറസ്റ്റർമാർ വന്ന് നമ്മളെ പൊക്കി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറലോകം കാണാൻ പറയാം. പുറമേലെ ആൾക്കാരാണ് വന്നത്, രാഷ്ട്രീയക്കാരും വന്നിട്ടില്ല, കർഷകരെല്ലാവരും വന്ന് എന്നെ അവരാണ് വിളിച്ചറിയിച്ചത്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നൂല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കൃഷിക്കാരനായി പോയില്ലേ, അത് പഠിച്ചതുകൊണ്ട് ചെറുപ്പം മുതലേ കൃഷിക്കാരായതുകൊണ്ട് അത് തുടർന്ന് പോവുകയാണ്. ഇനി അങ്ങോട്ട് പോകാനുള്ള പരിപാടികളില്ല. ഒരു കർഷകന്റെ വാക്കാണ് കേട്ടത്, ഇതോടുകൂടി നിർത്തിക്കുന്നു. ഇത് തന്നെയാണ് ഒരു 90% കർഷകരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. 18 കിലോമീറ്റർ അപ്പുറം ഒരു ഫോറസ്റ്റ് ഉള്ളൂ. അപ്പൊ ഈ പന്നിയൊക്കെ ഇവിടെ വന്നേക്കാൻ ഇവിടെ നാട്ടിലുള്ള പന്നിയാണ്. നാട്ടിൽ അവർക്ക് ഗവൺമെന്റ് ജോലിക്കാർ മാത്രം വരുന്ന അവസ്ഥ പോലെ എനിക്ക് തോന്നുന്നു. വെച്ചാൽ കർഷകരെ വേണ്ട. പക്ഷെ ഞാൻ അത് ആരോടും കൂടി പുറമെ ഒരാളോട് ഇതിനെപ്പറ്റി സംസാരിക്കാറേ ഇല്ല. ഉള്ളത് മനസ്സിൽ ഒതുക്കി ഇങ്ങനെ വേദനിച്ചു പോകുന്ന ഒരാളാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ സ്ഥിതി ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതാ ഈ കാണുന്ന കപ്പകളൊക്കെ ഇങ്ങനൊക്കെ ഇതാ. എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിച്ചാലിട്ട് പറയാനും പറ്റില്ല. ഇനി എവിടുന്നും കിട്ടാനുമില്ല. ഒരു രൂപ പോലും ഇനി ആർക്കൊന്നും വാങ്ങാനില്ല. ഈ കാണുന്നില്ലേ, ഇതൊക്കെ ഇതല്ലേ സ്ഥിതി. പച്ചക്കറിക്ക് വേണ്ടി വളം കഴിഞ്ഞ കൊണ്ട് ഇറക്കി, അതിൽ 3-ാം ദിവസത്തേക്ക് വളം കാണാനില്ല. പറയാറുണ്ട്, ഞാൻ പെണ്ണുങ്ങൾ പറയാറുണ്ട്. പക്ഷെ കുപ്പി ഏതായാലും ഷെഡിലുണ്ടല്ലോ. ആ അവസ്ഥയിൽ എത്തിക്കില്ലായിരുന്നു ഇപ്പൊ 2-2.5 വർഷം കൊണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പച്ചിലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യം എന്ന് പറയുന്ന പോലെ കേൾക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിൽ ഈ ഒരു പച്ചിലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കർഷകന്റെ ഓൾമോസ്റ്റ് 80% കപ്പയും നശിപ്പിച്ചിരിക്കുന്ന ഒരു ദാരുണമായൊരു അവസ്ഥ, ഒരു കാഴ്ച. അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പറമ്പാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. പുറമേ നിന്ന് കാണുമ്പോൾ ഒരു പ്രശ്നമില്ല. ആ ഫ്രണ്ടിലത്തെ ഒരു 2-3 റോ കപ്പയൊന്നും നശിപ്പിച്ചിട്ടില്ല. പക്ഷെ അതിനുള്ളിലേക്ക് ഒരു ഭൂരിഭാഗം കപ്പയെ നശിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ആ ചേട്ടൻ്റെ ആ ഒരു കപ്പ കൃഷി അല്ലെങ്കിൽ ആ കപ്പത്തോട്ടം നമുക്കൊന്ന് കാണാം. ഈ സ്ഥലം പച്ചിലക്കാടാണ്. ഇതാണ് ആ ചേട്ടൻ്റെ കൃഷിത്തോട്ടം. നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന കപ്പത്തോട്ടമാണ് നമുക്ക് ഇവിടുന്ന് എല്ലാം കാണാൻ പറ്റുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞ് വന്നപ്പോഴാണെങ്കിലും ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നമുക്ക് ഇതിൻ്റെ കാഴ്ചയൊക്കെ ഉള്ളിലേക്കാണുള്ളത്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ. ചേട്ടന് ഇപ്പോൾ സ്ഥിരമായിട്ട് കപ്പ കൃഷി പാരമ്പര്യമായിട്ട് കപ്പ കൃഷിയും വാഴക്കൃഷിയും എല്ലാം ഉണ്ട്. എല്ലാം ഇക്കൊല്ലം പന്നി ഏകദേശം ആണല്ലേ നശിപ്പിച്ചു കഴിഞ്ഞു. ആണല്ലേ. ഇതിപ്പോൾ എന്നായിരുന്നു ഈ സംഭവം നടന്നത്? ഇതിപ്പം നടന്നിട്ടൊരു 4 ദിവസം. 4 ദിവസമായി. 4 ദിവസമായി. ആണല്ലേ. ഇപ്പം ഞാനിവിടെ ഈ സ്ഥലത്തേക്ക് വരാറില്ല. വാഴക്കൃഷിയിൽ പണിയിലായതുകൊണ്ട് ഇങ്ങോട്ട് വരാറില്ലായിരുന്നു. വന്ന് ഇന്നാൾ ഫോൺ വന്നതിന് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് പന്നി മുഴുവൻ കുത്തി. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കുത്തിക്കഴിഞ്ഞ് ആദ്യത്തെ ട്രിപ്പ് കുത്തിയപ്പോൾ ഞാൻ അതൊക്കെ വന്ന് വടിച്ചു കൂട്ടി വെച്ചു. കപ്പ മുഴുവൻ കുത്തിയിട്ടൊക്കെ പെറുക്കി മാറ്റി. വീണ്ടും അത് ഫുള്ളായിട്ട് കുത്തി മറച്ചിട്ടുകയും പിന്നെ എല്ലാം കിഴങ്ങുകളൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുക. എനിക്ക് മൊത്തം ഈ കൊല്ലം 2.5 ലക്ഷം രൂപ ഇക്കൊല്ലം എനിക്ക് കപ്പ കൃഷിയും വാഴക്കൃഷിയായിട്ട് നഷ്ടമുണ്ട്. വാഴയെ നശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അതൊക്കെ പത്രങ്ങളിലൊക്കെ വന്നതാണ്. ഒന്നാണ് വാഴയെ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല. ഈ ഒരു ഒന്നും പോയിട്ടില്ല. അത് എനിക്കും ഞാൻ പറഞ്ഞു, ഫോണിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഫ്രണ്ടിലൊന്നും പോയിട്ടില്ല, അങ്ങനത്തെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ ആദ്യം കാണുമ്പോൾ റോഡ് മുന്ന് കാണുമ്പോൾ അങ്ങനെ വിചാരിച്ചു. ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടിരിക്കാം മൊത്തം അല്ലേ. മൊത്തം ഇനിയിപ്പം അതിന് ഉപയോഗിക്കാനും പറ്റില്ല. നമുക്കൊന്ന് സ്ഥലം കാണിച്ചു. നമുക്കിനി ആ ചേട്ടൻ്റെ ഈ പറയുന്ന പന്നി നശിപ്പിച്ച ആ ഒരു സ്ഥലമായിട്ട് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു പ്രദേശം കഴിഞ്ഞു. ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് പന്നി കിടന്ന സ്ഥലങ്ങളാണ്. തിന്നിട്ട് കിടന്നതാണ് ഈ പന്നികൾ. ഇവിടെ ഇങ്ങനെ തിന്നിട്ട് ഭക്ഷണം കഴിച്ച് കിടന്ന സ്ഥലങ്ങളാണ്. ഇവിടെ സ്ഥിരമായിരുന്നു. സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കിടക്കുക ചെയ്ത് അത് പിന്നെ കമ്പിവേലിൻ്റെ ഉള്ളിൽ കൂടിയാണ് മുണ്ട് കയറുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഒളിച്ചു പറിച്ച് മൊത്തം ഇങ്ങനെ ചോടോടുകൂടി ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഒക്കെ പറിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുക. പിന്നെ കുറേയൊക്കെ നാട്ടുകാരൊക്കെ പെറുക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അതാണ് നാട്ടുകാർ പെറുക്കിക്കൊണ്ട് വന്നാണ് വീണ്ടും കിടക്കുന്നത്. ഉപജീവനമായി കിടക്കാണ്, കളയേണ്ട കാര്യമില്ല. അങ്ങനെ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ അതിലൊക്കെ ബാക്കി വന്ന വേസ്റ്റുകളായിട്ടുള്ള കപ്പകളാണ്. ഇതൊക്കെ
ഇതെല്ലാം ഒന്നും ഒഴിവില്ല, കംപ്ലീറ്റ് ഇതെല്ലാം പോയതാണ്. ഈ മരം എങ്ങനെ നിൽക്കുന്നത് മാത്രമേ, ഈ മരത്തിന്റെ ചുവട്ടിൽ ചെടികൾ മാത്രങ്ങൾ നിൽക്കുന്നു മാത്രം. വളരെ വിദഗ്ധമായിട്ടാണ് പന്നി ഇതെല്ലാം നശിപ്പിച്ചത്. അതായത് പല ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടാൽ തോന്നും കപ്പക്കൊമ്പ് നിൽക്കുകയാണല്ലേ. ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ എൻ്റെ മുകളിൽ. ഈ നിൽക്കുന്ന കപ്പക്കൊമ്പിൽ നിൽക്കുന്ന അതിന്റെ ചുവട്ടിലൊന്നുമില്ല, ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ഇങ്ങനെയാണ് മിക്കവാറും കേട്ടോ. മിക്കവാറും എണ്ണത്തിന്റെ ചുവട് ഇങ്ങനെയാണ്. ഇതാ കണ്ടോ, ഇതേ സ്ഥിതിയാണ്. ഇതൊക്കെ ഇങ്ങനെ കിടക്കുക. ഇതിലൊരു ചെറിയൊരു പീസ് മാത്രമേ ഉള്ളൂ. ഈ പീസുമ്മലാണ് ഇത് നിൽക്കുന്നത്. കണ്ടോ, ഇത് നിൽക്കുന്നത് ആ ഒരു പീസിലാണ് നിൽക്കുന്നത്. ആ ഒരു പീസിന് പോയതാന്ന് തോന്നുന്നില്ല. അതൊന്നും തോന്നില്ല, ഒന്നുമില്ല. ഈ ഒരു പീസാണ് ഇതിനെ കൊണ്ടുള്ളത്. ഇതേ അനുഭവമാണ് മൊത്തത്തിൽ. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ മനുഷ്യൻ കൃഷി ചെയ്യൂല. കൃഷി ചെയ്യാൻ വെച്ചാൽ ഞാൻ നിർവാഹം ഉണ്ടായിരിക്കും. ഞാൻ മോടെടുക്കുന്ന സ്വർണം വരെ കടമായിക്കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ 2-2.5 ഏക്കർ കൃഷി എടുത്തത്. ഇവിടെ 6 ഏക്കർ, അതിൽ തൊട്ട മേലുള്ള 6 ഏക്കർ, അവിടെ പടുത്താകുന്ന സ്ഥലത്ത് 1.5 ഏക്കർ. അതൊക്കെ എനിക്ക് വലിയ വമ്പൻ നഷ്ടങ്ങളായി ഈ 2 വർഷമായിട്ട്. ഞാൻ ആത്മഹത്യൻ്റെ വക്കിലാണ്. പക്ഷെ പുറത്താരോടും പറയാറുണ്ട്, നല്ല വസ്തുവാണിത്. ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരാളെപ്പോൾ നടക്കുന്നുള്ളതാണ്. പക്ഷെ സാമ്പത്തികമായിട്ട് പറ്റ അവസ്ഥ ഇതാണ്. ഏത് സമയം പറയാറുണ്ട്, ഞാൻ പെണ്ണുങ്ങളോട് പറയാറുണ്ട്, വിഷക്കുപ്പി ഏതായാലും ഷെഡിലുണ്ടല്ലോ. ആ അവസ്ഥയിൽ എത്തിക്കില്ലായിരുന്നു. ഇപ്പോൾ 2-2.5 വർഷം കൊണ്ട് ഒക്കെ കൃഷി നാശം കൊണ്ട് വന്നതാണ്. പ്രളയം മുതൽ തുടങ്ങിയ നാശമാണ് എനിക്ക് ഇങ്ങോട്ട്. എത്ര വർഷമായി ചേട്ടൻ കൃഷി തുടങ്ങാൻ പ്രളയത്തിൻ്റെ ഒക്കെ ഒരു 2 വർഷം മുന്നേ പ്രളയകാലം ഉണ്ടായിരുന്നല്ലോ വലിയ വയനാട്ടിൽ. അതായത് ഒരു 5-6-5-8 കൊല്ലം ആയിട്ടുണ്ടാവും. ആ കൊല്ലം മുതലേ കൃഷി തന്നെയാണ്. കൃഷിയുണ്ട്. മോളിൽ പണം കടം വാങ്ങിയിട്ടും മരുമകൻ്റെ വാങ്ങിയിട്ടും അവർ സ്വർണ്ണങ്ങൾ വാങ്ങിയിട്ടും പിന്നെ നാട്ടുകാർക്ക് കണ്ടമാനം കടയുണ്ട്. ഈ പരിസരത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ നടപ്പ് കൊണ്ട് ആരും എന്നോടൊന്നും ചോദിക്കില്ലാത്ത രീതിയിലാണ് അപ്പം എൻ്റെ പോക്ക്. ഈ സമയവും പ്രശ്നം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാലോ. ഇന്നലെ ഞാൻ വിചാരിച്ചു ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് പെട്രോൾ വെച്ചിട്ട് അങ്ങോട്ട് കത്തിക്കുക, എന്നാൽ അടുത്ത ജനങ്ങൾക്കെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് കുറച്ച് കരകയറാൻ കഴിയുമെന്ന് വിചാരിച്ചു പോയ ഒരാളാണ്. അങ്ങനെ നാശം വരുത്തുന്നു. ഇവിടെയും പള്ളിത്തായ വൈദ്യകളിൽ പള്ളിത്തായ 1.5 ഏക്കർ, അത് ഏകദേശവും കഴിഞ്ഞ കൊല്ലം 2 കൊല്ലം ഇതായി ഇപ്പോഴും കുത്തിയിട്ടിരിക്കുകയാണ്. ഒരു 10-300 നേരുടെ അവിടെ കുത്തിയിട്ടുണ്ട്. പിന്നെ 3/4 ഏക്കർ സ്ഥലം നട്ടത് വെറും തേരിയായി കിടക്കുന്നുണ്ട്, മുഴുവൻ കുത്തി നിരത്തിയിരിക്കുക. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് നാശമാണ്. ഇപ്പോൾ കൃഷിയിൽ നിന്ന് ഒഴിവാകുക എന്നുണ്ടെങ്കിൽ ഇനി വഴിയില്ല. എന്താ വെച്ചാൽ കൃഷി എടുപ്പിക്കാനുള്ള പൈസ പോലും ഇല്ല. എന്നിട്ട് ഈ വരുമാനങ്ങൾ എടുത്തിട്ട് വേണം ബാക്കി കൃഷികൾ ചെയ്യാൻ. ഇപ്പം ചേമ്പ്, ചേന, മഞ്ഞൾ, ഇഞ്ചി എല്ലാം ഷെഡിനുള്ളിൽ വെറുതെ കിടക്കുകയാണ്. കാച്ചിലുകളൊക്കെ പറന്ന് വള്ളിയായി തുടങ്ങി. ആ അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. 1 രൂപ പോലും എടുക്കാനില്ലാത്തൊരു അവസ്ഥ. അതാണ് സ്ഥിതി. ഇക്കൊല്ലം സ്വർണ്ണം എടുത്തിട്ടൊക്കെ ബ്ലേഡിന് പൈസ വാങ്ങിയ പൈസകളൊക്കെ ആഴ്ചക്ക് ബ്ലേഡ് പൈസ അടക്കണം. പിന്നെ നാട്ടുകാരൊക്കെ ഇന്ന് വരുന്ന കൂട്ടൊക്കെ തരാ ഇതിങ്ങനെ അവധി പറയും. എത്രയും ഒരു അവധി പറയാൻ പാകത്തിനുണ്ട്. ഇപ്പം ആകെ എന്താണ് പറയാൻ എനിക്ക് തന്നെ അറിയാത്ത രീതിയിലാണ് പോകുന്നത്. ഈ വേഷം മാത്രം എൻ്റെ ഒന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക കൊടുക്കാൻ തന്നെ ഇപ്പം 10-28,000 രൂപ വാടക കൊടുക്കാൻ ഇപ്പം ബാലൻസ് നിൽക്കുകയാണ്. ചേട്ടൻ അവരോട് പറയും കൃഷിയുണ്ട്, കപ്പ പറിക്കട്ടെ, ഇഞ്ചി പറിക്കട്ടെ. ഇത് പറിക്കാൻ അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല. ഇപ്പം പച്ചക്കറിക്ക് വേണ്ടി വളം കഴിഞ്ഞ കൊണ്ട് ഇറക്കി, അതിൽ 3-ാം ദിവസത്തേക്ക് വളം കാണാനില്ല. ഒക്കെ പന്നി കുത്തി നിരത്തി. അവർ ഈ പുഴുക്കളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പന്നികൾ ഉപയോഗിക്കുക. അങ്ങനെ എല്ലാം കൊണ്ടും നാശമാണ്. ഒന്നുമില്ല. വാഴ ഞാനും എൻ്റെ ഭാര്യ ഇങ്ങനെ എന്തെങ്കിലും പണിയെടുത്ത് ദിവസം കഴിഞ്ഞ് പോയിട്ട് അതിനും മാർഗ്ഗമില്ലാത്ത ദിവസം. എനിക്കാണെങ്കിൽ ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റ് കൂടിയാണ്. എൻ്റെ ചികിത്സകളൊക്കെ കഴിഞ്ഞിപ്പം 2-3 വർഷം. എന്നിട്ടും ഞാൻ കൈക്കോട്ട് നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്ന് വല്ല ആനുകൂല്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നില്ല. എന്നാലും പ്രവർത്തിച്ച് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇത് ഫോറസ്റ്റുകാരെ ആരെയും വിളിച്ച് കാണിക്കുമോ? ഫോറസ്റ്റുകാരെ വിളിച്ചിരുന്നു. അവർ പിന്നെ അതിൻ്റെ കള്ളാസുകളൊക്കെ ശരിയാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ തൊട്ടേ ആദിവാസികൾക്കൊക്കെ ഫോറസ്റ്റിൽ അപേക്ഷ കൊടുത്തിട്ട് വളരെ തുച്ഛമായ ചേനയും വാഴയും ഇഞ്ചിയൊക്കെ പോയിട്ട് ചുരുങ്ങി 60 രൂപ ഇങ്ങനെയുള്ള ചെറിയ പൈസകളാണ് ഓരോക്കെ പാസ്സായത്. അതിനുവേണ്ടി ഇതിന് മെനക്കെട്ട് കഴിഞ്ഞാൽ അത്രയും കൂടി നമ്മളെ കയ്യിൽ നിന്നെടുത്ത് പൈസ പോവുകയുള്ളൂ. അത് കാരണം അതിനൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ തൊട്ടടുത്ത് സീനിയേട്ടൻ എന്ന് പറയും പഠിക്കുമ്പോൾ അയാൾ വിളിച്ചു വെച്ചു, സീനിയേട്ട ഈ കൊല്ലം ആനുകൂല്യങ്ങളും നിങ്ങൾ ചേന വാഴ ഇഞ്ചിയൊക്കെ കുത്തിയില്ലേ, അതെന്തൊക്കെ ആനുകൂല്യം വർഷം 60 രൂപ എനിക്ക് പാസ്സാക്കി. അവർ പറയുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് പൈസ കാര്യമായിട്ട് ഇല്ലാന്നാണ് പറയുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു? ഒരു ഏക്കർ ഇപ്പം അയാളിത് പോയത് 10 സെൻറ്റ് കൊണ്ട് ചേനയാണ്. ചേനയ്ക്ക് നല്ല വിലയാണ്. 3,000-4,000 രൂപ വിലയുള്ള ചേനയാണ് 3000. അത് മുഴുവൻ കുത്തിപ്പോയിട്ടും അയാൾക്ക് 60 രൂപയാണ് പാസ്സായതെന്നാണ്. ഇന്ന് 60 രൂപയാണ് പോകുന്നത്. 60 രൂപ ഒരു ഏക്കറാണ്? അല്ല, 10 സെന്റിന് 60. അതായത് അപ്പോൾ ഒരു ഏക്കറിന് ഇപ്പം 6,000 രൂപ. അതപ്പോൾ ശരിക്കും നമ്മൾ വിറ്റ് എത്ര രൂപയുടെ സാധനം ഉണ്ട്? 6,000-ന്റെ സാധനം വിറ്റ് കഴിഞ്ഞാൽ 60,000 രൂപേൻ്റെ സാധനമാണ്. 60 ചേന പറിച്ച് തൂക്കി കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു 20 ചേന കൊണ്ട് ഒരു ചാക്ക് ചേനയായി 3,000 രൂപയാണ് ഒരു ചാക്ക് ചേനയ്ക്ക്. 20 ചേനയും
3000 രൂപ കിട്ടും. അങ്ങനത്തെ ചേന നഷ്ടപ്പെട്ടിട്ടാണ് ഈ ചേനവിത്തിന്റെ പൈസ പോലും ഇല്ല ഇല്ല ചേന. പിന്നെ നമ്മൾ ഇതിൽ അധ്വാനിച്ച് കാരണം ഈ കാണുന്നില്ലേ ഇതൊക്കെ ഇതല്ലേ സ്ഥിതി. ഇതിങ്ങോട്ട് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാതാ. ഇത് കംപ്ലീറ്റ് ഇതൊക്കെ കുത്തിമറിച്ചിട്ട് ഒരു കള്ളാസിന്റെ മുകളിൽ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടേക്കോ. ഇതാ മൊത്തം ഈ കാണുന്നതൊക്കെ കപ്പയാണ്. തന്നെ നമുക്ക് തന്നെ സങ്കടം വരും കേട്ടോ. ഇതൊക്കെ കപ്പയാണ് കിടക്കുന്നത്. ഇതൊക്കെ ആദ്യം കുത്തിയിട്ട് ഇത് ഇതാ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കുത്തിയിട്ട് പിന്നെ പുഴുത്തു പോയതാ. എൻ്റെ മണ്ണിട്ട് മൂടി വെച്ചാ ഈ ഉള്ള ബാക്കിയുള്ള നാശാവുണ്ടാക്കിയിട്ട് അതുകൂടി ഇതാ ഇപ്പം തീർത്തു കഴിഞ്ഞോണ്ട് ഒക്കെ ഇങ്ങനെ ഇതേ അവസ്ഥ ഇതാ ഇപ്പം ഇതേ അവസ്ഥയിൽ കിടക്കാം. ഞാൻ പറഞ്ഞേ ഞാൻ ആരോടും മിണ്ടാത്ത വ്യക്തിയാണ്. ഒരാളും എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയില്ല. അങ്ങനെ പറയാത്തത് കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിച്ചാലിട്ട് പറയാനും പറ്റില്ല. ഇനി എവിടുന്നും കിട്ടാനുമില്ല. ഒരു രൂപ പോലും ഇനി ആർക്കൊന്നും വാങ്ങാനില്ല. ഈ വേഷം കൊണ്ട് ഞാനും ഉണ്ട്. ഇത്രയും വേറെ ഒന്നുമില്ല. ഈ വേഷം ഇട്ട് ഇങ്ങനെ നടക്കാൻ മാത്രമാണ് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ അങ്ങോട്ട് പോകും. വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഒരു കർഷകന്റെ വാക്കാണ് കേട്ടത്. ഇതോടുകൂടി നിർത്തിയിരുന്നു. ഇത് തന്നെയാണ് ഒരു 90% കർഷകരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. കർഷകരെല്ലാം കൃഷി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ നിവൃത്തിയില്ല. ഇങ്ങനെ കാട്ടുപന്നീനെ തീറ്റിപ്പോറ്റാണെങ്കിൽ എന്തിനാണ് ഇവർ കൃഷി ചെയ്യുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഭയങ്കര കഷ്ടം തന്നെ. ഇതൊക്കെ ഇടയിൽ കിടക്കുന്ന കപ്പ ഇതൊന്നും പറിച്ചാൽ ഒന്നും ഇല്ല. ഇത് കണ്ടില്ലേ ഇതൊക്കെ സ്ഥിതി ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതാ ഈ കാണുന്ന കപ്പകളൊക്കെ ഇങ്ങനൊക്കെ ഇതാ ആ കിടക്കുന്നൊക്കെ പറിച്ചിട്ട് ഈ കിടക്കുന്നൊക്കെ ഇതൊക്കെ കപ്പ തന്നെയാണ് ഈ കിടക്കുന്നൊക്കെ. ഒക്കെ ഉണങ്ങിപ്പോയി കിടന്നിട്ട് എന്തൊക്കെ നോക്കിയിട്ട് എന്തിനാ ഇനി എന്തിനാ പ്രയത്നിക്കുന്ന. പക്ഷെ ഞാൻ രോഗിയായി ഞാൻ എനക്കൊരിക്കലും അരി വാങ്ങണ്ടേ, എൻ്റെ കുടുംബം വൃത്തണ്ടേ, വാടക കൊടുക്കണ്ടേ. ഇതിനൊക്കെ വല്ല മാർഗം ഉണ്ടെങ്കിൽ ഇതിന് പോരൂലല്ലോ. കൃഷിഭവനിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൃഷിഭവൻ്റെ ഇതിന് യാതൊരു ബന്ധങ്ങളും ഇല്ല. കൃഷിഭവനുമായിട്ട് ഈ കപ്പയ്ക്കൊന്നും യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. അത് ഒക്കെ ഫോറസ്റ്റ് മുഖാന്തരം എന്നാണ് ഓഫീസർ വിളിച്ചു പറഞ്ഞത്. കൃഷിഭവനിൽ കപ്പയ്ക്കൊന്നും കിട്ടില്ല. കൃഷിഭവനിക്കൊന്നും പിന്നെ വല്ല സബ്സിഡികളോ അല്ലെങ്കിൽ അതിന് നഷ്ടം വന്നു പോയെങ്കിൽ അതൊന്നും തരില്ല. കൃഷിഭവനിലെ ശരിക്കും പറഞ്ഞാൽ അവരെന്തിനാ കൊടുക്കുന്നത്? പച്ചക്കറിക്ക് മാത്രമാണ് അധികം കൊടുക്കുന്നത്. വാഴ, ചേന. ഇത് പച്ചക്കറി അല്ലേ? അല്ല, അത് പച്ചക്കറി അല്ലാതെ ഇല്ല. അതുകൊണ്ട് അതില്ല. അതിൻ്റെ യാതൊരു ആനുകൂല്യം തന്നെ ഓഫീസർ വിളിച്ചിരുന്നു രാവിലെ. നമ്മളിത് കൊടുത്താൽ എത്ര രൂപ? 600 രൂപ. 100-600 രൂപ കിട്ടുമായിരിക്കും. അപ്പോൾ ആട് എന്നോട് ചോദിക്കുന്നത് എൻ്റെ വേണ്ടപ്പെട്ട ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് ഷർട്ട് കൊണ്ടിരുന്ന ആളാ ശ്രീനേട്ടൻ തന്നെ. എന്തിനാ ബാലകൃഷ്ണ കൊടുക്കുന്നത്? നമ്മൾ കൊടുത്തിട്ട് എന്താ കാര്യം? ഒന്നും കിട്ടാനില്ല. വെറുതെ ഇതിന് നിനക്കിട്ട് 2 ദിവസം നീ പോയി അപേക്ഷ കൊടുത്തു അവർ വന്നാൽ നമ്മുടെ സമയം പോയി. അന്നത്തെ ദിവസം എന്നാൽ കപ്പേനെ ഇട്ട് മണ്ണങ്ങ് കൂട്ടാൻ പറ്റുമ്പോൾ ഒന്നും കൂട്ടി കൂടിയിട്ട് എന്തെങ്കിലും 4 ദിവസം കഴിയുമ്പം ആ ഓരോ കിഴങ്ങ് തടിച്ചാലെങ്ങനെ കുട്ടികളും അപ്പം ആദ്യത്തെ പ്രാവശ്യം കുത്തിയിട്ട് മൂടിയിട്ടതാണ്. ആദ്യത്തെ പ്രാവശ്യം ഒരു കുത്തി ഞാൻ ഇതിന് മുകളിൽ മണ്ണിട്ട് ആ കുത്തിയ കിഴങ്ങിൻ്റെ ഭാഗം അതാണ് ചീഞ്ഞത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അതേപോലെയാണ് മുഴുവനും. മൂടിയിട്ടാണ് മൊത്തം മൂടിയിട്ട. രണ്ടാമത് അത് മൊത്തം വീണ്ടും കുത്തി. ചേട്ടൻ ഇനി കൃഷി ചെയ്യുമോ? ഇനി കൃഷി ചെയ്യുന്നിട്ട് വല്ലതും ആനുകൂല്യങ്ങൾ വല്ലതും കിട്ടിയതാണ് നിവൃത്തിയില്ല. അവൻ്റെ വാടക കൊടുത്തിട്ടില്ല. വാടക ഇപ്പോൾ 28,000 രൂപ വാടക ഇപ്പോൾ കൊടുക്കാൻ ബാക്കിയാണ്. അവരെപ്പോഴാണ് ഇറങ്ങി പോകാൻ പറയാമെന്നറിയില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഞാൻ അത് ആരോടും കൂടി പുറമെ ഒരാളോട് ഇതിനെപ്പറ്റി സംസാരിക്കാറേ ഇല്ല. ഉള്ളത് മനസ്സ് ഒതുക്കി ഇങ്ങനെ വേദനിച്ചു പോകുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാലൊന്നും പറയാനാവില്ല. പുറമേ ആൾക്കാരാണ് വന്നത്. രാഷ്ട്രീയക്കാരും വന്നിട്ടില്ല. കർഷകരെല്ലാവരും വന്ന് എന്നെ അവരാണ് വിളിച്ചറിയിച്ചത്. പക്ഷേ അതിൻ്റെ കപ്പയൊക്കെ പോരാ മുഴുവൻ കുത്തിപ്പോയി. പന്നി കുത്തി 3-4 ദിവസമായിട്ട് ഇങ്ങനെ ഞങ്ങൾ കാണുന്നു. നിങ്ങൾ എന്തെങ്കിലും ഉള്ളത് പറിച്ചു കൊടുക്ക്, അതിലെന്തെങ്കിലും ഉണ്ടോ നോക്കുന്ന. ആ വഴിയിൽ നിന്നാണ് കയറുന്നത്. അതിലെ വന്നിട്ടാണ് മൊത്തം കയറി ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഇതിലെ വന്ന് എല്ലാം ഇവിടെ കിടക്കുക. അവിടെ വന്നിട്ട് കിടക്കുന്നുണ്ട്. തമ്പടിച്ചിരിക്കുക. കുട്ടികളും അമ്മയും അച്ഛനും മക്കളും ഒക്കെ മൊത്തത്തിലുണ്ട്. കമ്പിവേലി അവിടെ തുറന്നതാ മാതിയിട്ട്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നൂല. ഇതൊക്കെ മണ്ണിട്ട് മൂടിയതാ. ഇതൊക്കെ മണ്ണിട്ട് മൂടിയിരിക്കതാ. ഇതൊക്കെ ആദ്യം കുത്തിപ്പോയ സ്ഥലങ്ങൾ. ഇതൊക്കെ മണ്ണിട്ട് കണ്ടാ പുതിയ മണ്ണിട്ട് വെച്ചാൽ മഴ പെയ്ത് ഉറച്ചതാ. അതൊക്കെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും വന്നു നീ എന്തിനാ ഭക്ഷണമായി കൃഷി എടുക്കുന്നത്? നിനക്ക് വേറൊരു പണിയില്ലേ? വേറെ എന്തെങ്കിലും തൊഴിലിന് പോയാൽ നിനക്ക് വൈകുന്നേരം 500 രൂപ കിട്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു കൃഷിക്കാരനായി പോയില്ലേ. അത് പഠിച്ചതുകൊണ്ട് ചെറുപ്പം വരെ കൃഷിക്കാരായതുകൊണ്ട് അത് തുടർന്ന് പോവുകയാണ്. ഇനി അങ്ങോട്ട് പോകാനുള്ള പരിപാടികളില്ല. കാര്യമില്ല. എന്തായാലും ഒരു വരുമാനമില്ല. ഇവിടെ ഏറ്റവും അടുത്ത് ഫോറസ്റ്റ് ഇവിടെ ഫോറസ്റ്റ്
പിന്നെ വേലിയമ്പം ഫോറസ്റ്റ് എന്ന് പറയും. ഇവിടുന്ന് അത് എത്ര ദൂരമുണ്ട്? പനമരം നീർവാരം കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ്. അതായത് ഒരു 10-18 കിലോമീറ്റർ. 18 കിലോമീറ്റർ. 18 കിലോമീറ്റർ അപ്പുറം ഒരു ഫോറസ്റ്റ് ഉള്ളൂ. അപ്പൊ ഈ പന്നിയൊക്കെ ഇവിടെ വന്നേക്കാണ് നാട്ടിലുള്ള പന്നിയാണ്. കാട്ടിൽ വന്ന് ഇവിടെ വന്ന് സംഭടിച്ചിരിക്കുന്ന സ്റ്റേറ്റുകളിലൊക്കെ വന്ന് സംഭരിച്ചിരിക്കുകയാണ്. കാട്ടുപന്നികളൊക്കെ ഇപ്പൊ നാട്ടിലാണ്. മയില് ഇഷ്ടംപോലെ മയില്. അതെ അതെ, മയില് പെരുകിയിട്ടുണ്ട്. പച്ചക്കറി അങ്ങോട്ട് നട്ടുകഴിഞ്ഞാൽ മയില് വന്നോട്ട് കൊത്തി മുഴുവനും അതിന്റെ കായ കൊത്തിയിട്ട് ഞാൻ നിർത്തിയില്ല. കർഷകരെ ശരിക്കും പറഞ്ഞാൽ അവഗണിക്കുവാണല്ലേ? തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മുടെ ഒരു ഇത് ഒഴിഞ്ഞിട്ട പോലെ എന്തോ അവർക്ക് ഗവൺമെന്റ് ജോലിക്കാർ മാത്രം വരുന്നൊരു അവസ്ഥ പോലെ എനിക്ക് തോന്നുന്നു. വെച്ചാൽ കർഷകരെ വേണ്ട, അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട പോലെ ശമ്പളങ്ങളും മാസാമാസം കൂടി. കർഷകന്റെ ഒരു ആനുകൂല്യമില്ല. ഇത് കൃഷി ചെയ്യുക, നഷ്ടപ്പെടുക, പിന്നെയും കടത്തി പോവുക, ആത്മഹത്യ ചെയ്യുക. പിന്നാളൊരു മിനിസ്റ്റർ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് അരി ഇറക്കുമെന്ന് പറഞ്ഞ പോലെ അതാണ് സ്ഥിതി. അതിനെ ഉണ്ടാവില്ല. എനിക്ക് കർഷകരൊന്നും ഇവിടെ ആരും അവർക്കൊക്കെ കൃഷി കൊല്ലം വമ്പൻ നഷ്ടം. ഇലക്ഷന് വോട്ട് ചോദിച്ചു വന്നപ്പോ ആൾക്കാരോട് ചോദിച്ചില്ലേ പറമ്പ് കാണിച്ചു കൊടുക്കത്തില്ലായിരുന്നു? അവർക്ക് അതിനൊന്നും സമയമില്ലല്ലോ, പറമ്പ് കാണാൻ സമയമില്ലല്ലോ. അവർക്ക് വോട്ടിലെ പ്രധാനം മാത്രം. സത്യത്തില് കർഷകന്റെ കാര്യം വിഷമം തന്നെയാണ്. ഒരു പന്നി വന്ന് ഈ പറമ്പിൽ വീണ് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന്റെ ജീവിതം മുഴുവൻ പോയി. അന്ന് ഫോറസ്റ്റർമാർ വന്ന് നമ്മളെ പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറലോകം കാണാൻ പറയാം. അതേ അവസ്ഥയാണല്ലോ ഇന്ന്. അപ്പോൾ കർഷകൻ പിന്നെ എന്ത് ചെയ്യാനാ? അവർ പറയും വെടിവെക്കാൻ പറയും. വെടിവെച്ച് കഴിഞ്ഞാൽ നമ്മളോട് വെടിവെക്കാൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് വെടിവെച്ച് കഴിഞ്ഞാൽ അവരെ വിളിക്കണം, കൊണ്ടുവരണം. അപ്പോൾ അതിന് ഒരു വെടിവെപ്പുകാരനെ കിട്ടണം, അതിന് കള്ളാസ് പോകാൻ വെക്കാനുള്ള ആളെ കിട്ടണം. ഇതൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഒരു കർഷകർ അത് അവർ വന്ന് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരേണ്ടേ വേണ്ടത്. അതില്ലല്ലോ. നമുക്ക് ഇതിന് മെനക്കെടാനാവില്ലെന്ന് അവർക്കറിയാം. അത്ര മെനക്കെടാൻ പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മതി, ഞങ്ങൾ വെടിവെച്ചോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫോൺ എടുക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അതുപോലെ കാട്ടുപന്നി പറമ്പിൽ എല്ലായിടത്തും ഉണ്ട്. ആ സ്കൂൾ വരുമ്പോൾ ഒരു എസ്റ്റേറ്റിന് കടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് നേരെ നമ്മുടെ പറമ്പിലേക്കാണ് മൊത്തം കയറുന്നത്. അപ്പം നായികളൊക്കെ ഭയങ്കര ശല്യം ചെയ്യുന്ന ആ വീട്ടിന്റെ മുറ്റത്തൊക്കെ അവർ കണ്ടിട്ടുണ്ട്. പകരം സത്യം പറഞ്ഞാൽ പന്നിയുടെ വിളയാട്ടം തന്നെയാണ് ഇവിടെ. എനിക്ക് മനസ്സിലായത് ഒരു ഫോറസ്റ്റ് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇത്രയും പന്നി എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പന്നിയുടെ ചെയ്താൽ നമ്മൾ കുടുങ്ങിയത്. പിന്നെ നമ്മളെ മക്കള് കഷ്ടത്തിലായില്ലേ, നമ്മളെ ഭാര്യ കഷ്ടത്തിലായില്ലേ, കുടുംബം ഒന്നോ രണ്ടായിരം അവർ കൊണ്ട് നമ്മൾ അകത്തിടും. അകത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഗതി എന്താ? അവർക്ക് അതേ വേണ്ടു. അവർക്ക് ആ പന്നിയാവാൻ പാടില്ല, മൈലിയാവാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വെച്ച് തിന്ന് അവർ ജീവിച്ചോളാം. പണ്ട് പിന്നെ ഇവിടെ ഒരു ആന മരിച്ചിട്ട് ചത്തിട്ട് പറഞ്ഞിട്ട് ആരോ വലിയൊരു പ്രശ്നമൊക്കെ നടന്നില്ല. ആ കർഷകൻ ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും ചാവും. എന്തായാലും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ മാനസികമായിട്ട് അങ്ങ് തകർത്തലാണ്. പിന്നെ അവരെ വീട് തിരക്കാരി ഇവർ വണ്ടിയായിട്ട് രാവും പകലില്ലാണ്ട് അയാൾ വിശ്രമം ഇല്ലാണ്ട് കിടന്നുറങ്ങാൻ വിടാണ്ട് അയാളെ ഉപദ്രവിച്ചു കൊന്നടി. അതേ അവസ്ഥയാണ്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പം ഈ കൃഷി ചെയ്യുന്നുണ്ട്, അവർക്ക് വന്ന് ചെറിയ തോതിലെങ്കിലും അതിനെ ഉപദ്രവിച്ച് വിടാനുള്ള ഒരു സന്ദർഭം അവർക്ക് ചെയ്തുകൂടെ നമുക്ക് ചോദിക്കാം. 1-2 വലിയ ഭീകരന്മാരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തേക്ക് വരില്ലല്ലോ. അങ്ങനെ അവർ സന്ദർഭം ചെയ്തിരുന്ന കൂടെ അതും ചെയ്യില്ല. അവർക്ക് വരാൻ നേരമില്ല. അത് തന്നെ അവർ പറയും അപേക്ഷ കൊടുക്കി എഴുത്തിന്ന് പറയും. അപേക്ഷ കൊടുത്ത് എന്താ കാര്യം? അപേക്ഷിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് അവരെ പരിപാടി ചെന്നിട്ടുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ അവരെ വഴക്ക് പറയണമെന്ന് ആൾക്കാർ പറഞ്ഞു. അവരെ ആക്രമിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണല്ലോ. അവർക്ക് സർക്കാർ ഉദ്ദേശം പറഞ്ഞു നിങ്ങൾ ആക്രമിക്കാൻ പോയ ഒരു വെറുതെ അങ്ങനത്തെ അവസ്ഥയാണ്. അതിന് എന്ത് പരിഹാരം ഉണ്ടെന്ന് ചോദിച്ചാലൊന്നും പറയാൻ പറ്റില്ല. കാണുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയാനുള്ളത്, കർഷകരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആത്മഹത്യയുടെ വക്കിലേക്കും കൃഷി ഒഴിവാക്കുന്നത് മാറ്റം വരുത്തണം. നമുക്ക് ഈ നിയമങ്ങൾക്കൊരു മാറ്റം വരുത്താനുള്ളത് സംവിധാനം ഉണ്ടാക്കണം നമുക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ബാലകൃഷ്ണൻ ചേട്ടൻ്റെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന എനിക്ക് പോലും ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനമൊക്കെ നട്ടു വളർത്തിയിട്ട് അത് എന്തെങ്കിലും ജീവികളോ പ്രാണികളോ ഒക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിഷമം വരും. ഇത്ര കഷ്ടപ്പെട്ട് കടമെടുത്ത് ലക്ഷങ്ങൾ കടമെടുത്ത് സ്വർണം പോലും പണയം വെച്ച് ഇങ്ങനെ ഏക്കർ കണക്കിന് കൃഷി ചെയ്തിട്ട് 2-2.5 ഏക്കർ കൃഷിയുണ്ടെന്ന് പറഞ്ഞു. അത് മൊത്തം ഇങ്ങനെ പന്നി കുത്തി കളയുക. വാഴയും അതുപോലെ തന്നെ കപ്പയും ഒക്കെ ഇങ്ങനെ പന്നി കുത്തി കളയാന്ന് പറയുമ്പോൾ എന്തൊരു വിഷമമുള്ള കാര്യമാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. കാരണം ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഇത് ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള, പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര വ്യാപകമാവുകയാണ്. ഈ ഒരു പ്രദേശത്ത് നിന്ന് ഒരു ഫോറസ്റ്റിലേക്ക് ഉള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 കിലോമീറ്ററിൻ്റെ മേലെയുണ്ട്. അപ്പോൾ ഈ 18 കിലോമീറ്റർ അപ്പുറമാണ് ഫോറസ്റ്റ് ഉള്ളത്. അപ്പോൾ ഫോറസ്റ്റിനോട് ചേർന്നൊരു പ്രദേശമാണ്. നമുക്ക് ഒരിക്കലും ഇതിനെക്കുറിച്ച് വാദിക്കാൻ പറ്റില്ല, ആർക്കും വാദിക്കാൻ പറ്റില്ല. എന്നിട്ടും ഇവിടെ പന്നി കൃഷി നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പന്നി നാട്ടിൽ വന്ന് തമ്പടിച്ച് കൂടിയിരിക്കുകയാണ്. കാട്ടുപന്നി നാട്ടിൽ വന്ന് തമ്പടിച്ച് കൂടിയിരിക്കുകയാണ്. അതിനെ നമ്മൾ കാട്ടുപന്നി എന്ന് പോലും വിളിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ തന്നെ പെറ്റ് പെരുകി ഇവിടെ തന്നെ സെറ്റിലായിരിക്കുന്ന പന്നികളാണ്. ഇതുപോലെയുള്ള കർഷകരൊക്കെ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നമ്മളൊക്കെ
ദിവസവും ഭക്ഷിക്കുന്നത്. കൃഷി ചെയ്യാത്ത ആൾക്കാർക്ക് പൈസ കൊടുത്ത് ഈ സാധനം മേടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷിച്ച് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിൻ്റെ കാരണക്കാർ ഈ കർഷകർ തന്നെയാണ്. ആ കർഷകരുടെ ഒരു ദുരിതം ഇതാണ്. അപ്പം അവരുടെ ദുരിതം ആര് കാണും? അവർക്ക് ഒന്നാമത് ഒരു സാധനങ്ങൾക്കും വിലയില്ല. അതിൻ്റെ കൂടെ ഉള്ള സാധനമൊക്കെ ഇങ്ങനെ കാട്ടും മൃഗങ്ങളൊക്കെ, പന്നി, മാന്, മയില്, ആന എല്ലാം നശിപ്പിക്കുകയാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്താണ് ഒരു കർഷകൻ ഇവിടെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ കർഷകൻ്റെ ദുഃഖം കാണാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ആരുമില്ല. ഒരു ചുവട് കപ്പ മാന്തി എടുത്തു കഴിഞ്ഞാൽ ഒരു 12 കിലോ കപ്പയെങ്കിലും കിട്ടേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ 12 കിലോ കപ്പ കിട്ടുന്ന ആ ഒരു നിലയ്ക്ക് ഇവിടെ ഒരു 200-ലധികം ചുവട് കപ്പയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും എത്ര കിലോ കപ്പയ്ക്കുള്ള, അല്ലെങ്കിൽ അത്രയും പൈസയാണ് പുള്ളിക്ക് നഷ്ടമായിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കർഷകൻ്റെ വിഷമം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമ്മളെല്ലാ മനുഷ്യരും ഭക്ഷിക്കുന്നത് ഇവർ അധ്വാനിക്കുന്ന കാരണം കൊണ്ടാണ്. ഈ കർഷകനെ ഒരു നിവൃത്തിയില്ലാതെ ആക്കുവാണ്. ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും അത് നിർത്തും. അത് ഉറപ്പുള്ള കാര്യം. എത്ര ആൾക്കാർ എനിക്കറിയാവുന്ന, ഞാൻ കണ്ടിരിക്കുന്ന എത്ര ആൾക്കാർ, നമ്മൾ തന്നെ വീഡിയോയിൽ കൂടെ കാണിച്ചിരിക്കുന്ന മിക്കവാറും ആൾക്കാരും കൃഷി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യം ഇവിടെ പെരുകി വരികയാണ്. അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമ്മളിതിന് മുൻകൈയിട്ട് എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഇതിനൊരു തീരുമാനം, അല്ലെങ്കിൽ ഇതിന് പോംവഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് മുന്നോട്ട് കാണാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതായാലും ഇത്തരം ഒരു കാഴ്ച നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു ദുഃഖം നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഇവിടെ ഉള്ളവർക്കോ കർഷകരെ വേണം. നമ്മൾ മലയാളികൾ മനുഷ്യർ കുറച്ച് മനസ്സിൽ നന്മയുള്ള ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു മനുഷ്യനെ, ഇതിനു മുന്നേ ഞാൻ തിരുനെല്ലിയിലുള്ള നമ്മുടെ വെങ്കിട്ടദാസ് എന്ന് പറഞ്ഞ ഫോറസ്റ്റ് വാച്ചറിൻ്റെ ഒരു കഥ ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഇട്ടിരുന്നു. നല്ലവരായിട്ടുള്ള നിങ്ങളെല്ലാവരും കുറേ ആൾക്കാർ അദ്ദേഹത്തെ സഹായിച്ചു. അതുപോലെ തന്നെ ഒരു മനുഷ്യനാണിത്. അപ്പോൾ ഏതായാലും ഈ ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, ആരെയും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാം. കാരണം അദ്ദേഹം കൃഷി നിർത്തുന്നതിൻ്റെ ഒരു വക്കിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിലാണ്. ആ ചേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ. കാരണം നമ്മൾ ഇത് കേട്ട സ്ഥിതിക്ക് നമുക്കിനി അതിന് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം. കാരണം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കത് കാണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാം. ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.